ബ്രൂവറി വിവാദത്തിൽ മദ്യക്കമ്പനിക്ക് ആവശ്യമായ വെള്ളം നൽകുന്നതുകൊണ്ട് കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ലെന്ന് വാട്ടർ അതോറിറ്റി. കിൻഫ്രയ്ക്ക് നൽകുന്ന 10 MLD-യിൽ നിന്ന് വെള്ളം നൽകുന്നതിന് ബുദ്ധിമുട്ടില്ലെന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കത്ത് പുറത്ത്. ഒയാസിസ് കമ്പനി മദ്യനിർമ്മാണശാലയ്ക്ക് NOC നേടിയത് വാട്ടർ അതോറിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന വാദം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരത്തെ പറഞ്ഞിരുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ തന്നെയാണ് ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പ്രതികരണം നേരത്തെ എടുത്തത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ വെള്ളം കൊടുക്കാമെന്ന് ഒരു ഉറപ്പും നൽകിയിട്ടില്ല, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാണ് NOC വാങ്ങിയത് എന്നൊക്കെ പറയുന്നത് കണ്ടു. ഇപ്പോൾ മലക്കം മറിയുന്നോ വാട്ടർ അതോറിറ്റി? കൃഷ്ണരാജ്, തീർച്ചയായും ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വെള്ളം നൽകുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ്. അതേസമയം തന്നെ കണക്കുകൾ സഹിതമാണ് ഇപ്പോൾ ഈ വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതികളെയൊന്നും ഈ ഒയാസിസ് കമ്പനിക്ക് വെള്ളം നൽകുന്നത് കൊണ്ട് ബാധിക്കില്ല എന്ന തരത്തിൽ പറയുന്നത്. ഇവരുടെ കത്ത് പ്രകാരമാണ് പ്രതിദിനം 76.50 മില്യൺ ലിറ്റർ വെള്ളമാണ് കുടിവെള്ള പദ്ധതികൾക്കായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇത് കൂടാതെ തന്നെ പുതുശ്ശേരി പഞ്ചായത്തിലെ കിഴക്കൻ മേഖലയ്ക്ക് അവിടെയുള്ള പദ്ധതി പുരോഗമിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വെള്ളം നൽകുകയാണെങ്കിൽ അവിടേക്കൊരു 8 MLD വെള്ളം കൂടെ ആവശ്യമായി വരുന്നുണ്ട്. ഇത് പ്രകാരം നിലവിൽ മലമ്പുഴ ഡാമിൽ നിന്നും അനുവദിക്കുന്നത് 96 MLD ആണ് ഈ വാട്ടർ അതോറിറ്റിക്ക് നൽകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിൽ 76.50 MLD-യും 8 MLD-യും ഉൾപ്പെടെ ചേർന്ന് കഴിഞ്ഞാലും ബാക്കി 10 MLD ഈ കിൻഫ്രയ്ക്ക് നൽകുന്നുണ്ട്. ആ കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിൽ നിന്നും ഇത്തരത്തിൽ ഒയാസിസ് കമ്പനിക്ക് വെള്ളം നൽകുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് ഈ കത്തിൽ പ്രധാനമായിട്ടും പറയുന്നത്. മാത്രമല്ല വാട്ടർ അതോറിറ്റിയുടെ സൂപ്പറിൻഡിംഗ് എഞ്ചിനീയർ തന്നെ ഇത് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കത്തിൽ പറയുന്നു എന്നുള്ളതാണ്. അതായത് വെള്ളത്തിൻ്റെ കണക്ക് സഹിതം പറയുകയാണ്. മലമ്പുഴ ഡാമിൽ നിന്നും ഈ 96 MLD-യോളം വെള്ളം ജല അതോറിറ്റിക്ക് ലഭിക്കുമ്പോൾ അതിൽ അവർക്ക് കുടിവെള്ള പദ്ധതികൾക്കായി എത്ര കടുത്ത വരൾച്ചയുണ്ടെങ്കിലുമൊക്കെ അവർക്ക് പ്രതിദിനം ആവശ്യമുള്ള വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും വെള്ളമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെള്ളം ഈ ഒയാസിസ് കമ്പനിക്ക് നൽകാൻ കഴിയും. അതായത് കിൻഫ്രയ്ക്ക് നൽകുന്ന 10 MLD വെള്ളം, ആ 10 MLD വെള്ളത്തിൽ നിന്നുള്ള ഒരു ഭാഗം വെള്ളം ഈ ഒയാസിസ് കമ്പനിക്ക് നൽകുന്നതിൽ വിയോജിപ്പില്ല എന്ന തരത്തിലുള്ള ഒരു കത്താണ് ഇതിൽ. മാത്രമല്ല ഈ പദ്ധതിക്ക് കീഴിൽ ഈ വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ നിരവധി ഭാഗങ്ങളിലെ കുടിവെള്ള പദ്ധതിയുണ്ട്. അതായത് പ്രധാനമായിട്ടും അവർ പറയുന്നത് പാലക്കാട് നഗരസഭ, അതുപോലെ തന്നെ അകത്തേത്തറ, മലമ്പുഴ, പുതുപ്പരിയാരം, മരുത റോഡ്, പിരായിരി, പുതുശ്ശേരി എന്നീ ഗ്രാമപഞ്ചായത്തുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് ഈ വാട്ടർ അതോറിറ്റിയുടെ ഡിവിഷൻ്റെ കീഴിൽ നടക്കുന്നത്. ഈ പദ്ധതി പ്രദേശങ്ങളിലൊന്നും കുടിവെള്ള വിതരണത്തെ ഈ പദ്ധതി ഇവർക്ക് വെള്ളം നൽകുന്നത് മൂലം അത് ബാധിക്കില്ല എന്ന തരത്തിലാണ് ഇവർ പറയുന്നത്. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. മലമ്പുഴയിൽ ഡാമിൽ എപ്പോഴും ഡാമിൽ നിന്നും വെള്ളം കൃഷിക്കും മറ്റും നൽകുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ കുടിവെള്ളത്തിന് നൽകുന്നതിന് വേണ്ട വെള്ളം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തത്, എത്ര വേനലാണെങ്കിലും കടുത്ത വേനലാണെങ്കിലും കുടിവെള്ളത്തിന് നൽകുന്നത് കഴിച്ചാണ് മറ്റു ആവശ്യങ്ങൾ. ബ്രൂവറി വിവാദത്തിൽ മദ്യക്കമ്പനിക്ക് ആവശ്യമായ വെള്ളം നൽകുന്നത് കൊണ്ട് കുടിവെള്ള പദ്ധതികളെ ബാധിക്കില്ലെന്ന് മലക്കം മറിയുന്നു വാട്ടർ അതോറിറ്റി. ഇതേ വാട്ടർ അതോറിറ്റിയുടെ NOC തെറ്റിദ്ധരിപ്പിച്ചാണ് വാങ്ങിയതെന്ന് ഇതേ വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നേരത്തെ ജനൻ TV-യോട് തന്നെ പ്രതികരിച്ചിരുന്നതാണ്. അന്ന് BJP-യുടെ പ്രതിഷേധം ഉണ്ടായിരുന്ന ദിവസമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.